ഒരു കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഒരു ചിരഞ്ജീവി ഷോ പടമാണ് ഈ ഒരു മനശങ്കര വരപ്രസാദ് ഗാരു. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് തൻ്റെ സ്ട്രോങ് സോണായിട്ടുള്ള ആ ഒരു കോമഡിയിലോട്ട് ഈ ഒരു ചിരഞ്ജീവിയുടെ തിരിച്ചുവരവ് വരുന്നത്. സോ അത് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് രാവുപ്പടി എന്ന് പറയുന്ന ഡയറക്ടർ. ഈ ഒരു ഡയറക്ടറിനെ അറിയാത്തവർ തീരെ കുറവായിരിക്കും. വളരെ സക്സസ് റേറ്റ് ഉള്ള ഒരു സംവിധായകനാണ് തെലുങ്കിലെ. ഭഗവന്ത് കേസരി, ബാലയ്യയ്ക്ക് ഭഗവന്ത് കേസരി, രവി തേജയ്ക്ക് രാജാ ദ ഗ്രേറ്റ്, വെങ്കടേശന് F1 F2 സംക്രാന്തി പുസ്തുന്നാം, അവയുടെ കോമ്പിനേഷൻ തന്നെ ഫേമസ് ആണ്. ഇത്തവണ ചിരഞ്ജീവിയുമായി ഒന്നിക്കുമ്പോൾ ചിരഞ്ജീവിക്കും ഒരു നല്ല മൂവി കൊടുക്കുന്നുണ്ട് എന്നുള്ളത്, ഒരു ഹിറ്റ് മൂവി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. സോ ഒരു സിനിമയുടെ സ്റ്റോറി ഒരു തമിഴ് സിനിമയായിട്ട് അത്യാവശ്യം സാമ്യമുണ്ട്. സോ ഒരു മൂവികളിൽ കൂടുതലും പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത് ചിരഞ്ജീവിയുടെ പെർഫോമൻസ് ആണ്. കാരണം അത്യാവശ്യം ഈ ഒരു കോമഡി ചെയ്യുന്ന നടന്മാരുടെ ലിസ്റ്റ് എടുത്താൽ, തെലുങ്കിലെടുത്താൽ ആദ്യം വരുന്ന ഒരു ആക്ടറാണ് ചിരഞ്ജീവി, രവി തേജ, അതുപോലെ തന്നെ വെങ്കടേഷ്. ഒരു ക്യാമിയം വരുന്നുണ്ട് വെങ്കടേഷിൻ്റേത്. സോ ഒരു വെങ്കി ഗൗഡ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിലാണ് അദ്ദേഹം വരുന്നത്. സോ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിഞ്ഞാണ് ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നത്. സോ ഒരു സിനിമയിൽ കൂടുതൽ ഈ ഒരു ചിരഞ്ജീവിയുടെ കോമഡി ടൈമിങ്, മാനറിസം, ആ ഒരു ബോഡി ലാംഗ്വേജ് എല്ലാം തന്നെ നല്ലപോലെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ചിരഞ്ജീവി ഷോ തന്നെ ഫുള്ളായിട്ട് ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ ഒരു പ്രധാന ഹൈലൈറ്റ് ആണ്. കാരണം പണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമ കാണുമ്പോൾ തന്നെ കൂടുതലും അദ്ദേഹത്തിൻ്റെ കോമഡി ടൈമിങ്ങും ആ ഒരു ഡയലോഗ്സും ഒക്കെ തന്നെ വളരെ സ്പെഷ്യലായിരുന്നു. സോ ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോഴത്തേക്കും അത് നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു സിനിമയുടെ പോസിറ്റീവാണ്. പിന്നെ ചിരഞ്ജീവി അല്ലാതെ ആരാണ് ഈ ഒരു സിനിമയിൽ കൂടുതൽ നല്ലപോലെ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇനി പ്രത്യേകിച്ച് അങ്ങനത്തെ ഉത്തരവൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ചിരഞ്ജീവി ഡൊമിനേഷനുള്ള ഒരു മൂവിയാണ്. അങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വന്നിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാവരും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ എടുത്തു നിൽക്കുന്നത് ഈ ഒരു ചിരഞ്ജീവിയുടെ ക്യാരക്ടർ തന്നെയാണ്, പ്രസാദ് എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം. സോ ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം തന്നെയാണ് ശങ്കരവരപ്രസാദ് ഗാരു എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം തന്നെയാണ്. സോ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഇതിൻ്റേത്. സോ പിന്നെ നമ്മൾ കാണാത്ത കഥയൊന്നുമല്ല, നമ്മൾ കുറേ സിനിമയ്ക്കകത്ത് കണ്ട ഒരു തെലുങ്ക് സിനിമയിലും തമിഴ് സിനിമയിലും ഒക്കെ കണ്ട കഥ തന്നെയാണ് ഈ ഒരു മൂവിയിലും പറയുന്നത്. സോ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സിനിമയിൽ ഒരു വില്ലൻ വേഷമുണ്ട്, ഒരു മലയാളിയാണ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു വില്ലൻ വേഷം എവിടെയും എഫക്റ്റീവായിട്ട് തോന്നാത്തത് സിനിമയുടെ വേറൊരു പ്രശ്നമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സിനിമയിലെ ആ ഒരു വില്ലൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എന്താണ് എന്നുള്ളൊരു ഫീലാണ്. കാരണം അത്ര സ്ട്രോങ് ക്യാരക്ടറൈസേഷനും സംഭവങ്ങളൊന്നും അല്ല ഈ ഒരു മൂവിയിൽ ഈ ഒരു ക്യാരക്ടറിന് ലഭിച്ചിരിക്കുന്നത്. അതിനോട് തന്നെ എന്തായാലും ചിരഞ്ജീവിയുടെ ഇടിമേടിക്കാനാണ് വരുന്നത് എന്നുള്ളത് 100% ഉറപ്പ് എന്ന രീതിയിലാണ് ഈ ഒരു സിനിമയിലെ ആ ഒരു ക്യാരക്ടർ പോകുന്നത്. സോ എങ്ങനെയും ഈ ചിരഞ്ജീവിയുടെ ക്യാരക്ടർ ജയിക്കുമെന്നറിയാം. സോ ഇത് അനിൽ രാവുപ്പടിയുടെ ഒരു മൂവിയാണ്. സോ അതുകൊണ്ട് തന്നെ ലോജിക്കിന് യാതൊരു പ്രാധാന്യമില്ല. ലോജിക്കിനെ കുറിച്ച് ചിന്തിച്ചാൽ ഈ ഒരു സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുകയുമില്ല. സോ അതാണ് ഒരു സംക്രാന്തി ഫെസ്റ്റിവൽ മൂഡിൽ കാണാൻ പറ്റിയ മൂവിയാണ്. ഞാൻ ബാംഗ്ലൂർ വെച്ചാണ് കണ്ടത്, ബാംഗ്ലൂർ നെറ്റ്സ് ശാന്തിനികേതൻ മാളിൽ വെച്ചാണ് കണ്ടത്. സോ അവിടുത്തെ ഒരു സിനിപോളിസിൽ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമ കാണാനായിട്ട്. സോ അത്രയും ഒരു ഫെസ്റ്റിവൽ ക്രൗഡിൻ്റെ മുമ്പിൽ കണ്ടതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം ഈ ഒരു തിയേറ്ററിൽ കൂടുതൽ ആളുകളും ഭയങ്കരമായിട്ട് ആ ഒരു കോമഡിയൊക്കെ വളരെയധികം ആ ഒരു ടാർഗറ്റ് ഓഡിയൻസസിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു റെസ്പോൺസ് വന്നത്. കാരണം എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു ഓരോ സീക്വൻസിനും. സോ അങ്ങനെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. കാരണം അനിൽ രാവുപ്പടി മൂവീസ് എപ്പോഴും ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. അതിന് ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിനിടയിൽ അത് വർക്കൗട്ട് ആവുന്നുണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട് ആ ഒരു ഓഡിയൻസിൻ്റെ റെസ്പോൺസ്. ബാക്കിയൊക്കെ പടം കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം.